തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ. അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ, തീക്കനൽ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവം തമ്പുരാൻ ദൈവവചനത്തിലൂടെ നൽകുന്ന വലിയൊരു വാഗ്ദത്തമാണ് എൻ്റെയും നിങ്ങളുടെയും പാപം ദൈവം ഓർക്കുന്നില്ല എന്നുള്ളത്. പാപമോചനം പ്രാപിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് യെരമ്യാ പ്രവചനം 31-ാം അധ്യായത്തിൽ അതിന് 34-ാം വാക്യത്തിൽ അവർ ആവാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും, ഞാൻ അവരുടെ അകൃത്യം മോചിക്കും, അവരുടെ പാപം ഇനി ഓർക്കുകയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. പാപത്തെ മറക്കുന്നവനാണ് ദൈവം. പാപത്തെ ഓർക്കാതെ നമ്മളുടെ മേൽ ദയ ചുറ്റുന്ന, നമ്മളുടെ മേൽ ദയ ചൊരിയിക്കുന്ന, നമ്മളുടെ മേൽ കരുണ ചെയ്യുന്ന ഒരു വലിയ സ്നേഹസമ്പന്നനായ ദൈവത്തിൻ്റെ മക്കളാണ് നമ്മളെന്ന് ഓർക്കുവാൻ സാധിക്കുക. ആ വലിയ അനുഭവത്തിൽ അനുദിനം ജീവിക്കുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകട്ടെ. നിങ്ങളുടെ പാപം ഈ വചനത്താലാണ് മോചിക്കപ്പെടുന്നത്. ഹൃദയത്തിൽ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് വചനം പഠിച്ച് വായിച്ച് ധ്യാനിച്ച് അനുദിന ജീവിതത്തിൽ എപ്പോഴും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ മുൻപോട്ട് നീങ്ങുമ്പോൾ ദൈവം നിങ്ങളെ വിശുദ്ധരാക്കി വിമുക്തരാക്കി സകല തിന്മശക്തികളിൽ നിന്നും വിടുവിച്ച് പുതിയൊരു ജീവിതത്തിലൂടെ നിങ്ങളെ അനുദിനം വഴി നടത്തും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവെ കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവെ പരിശുദ്ധ പിതാവേ, ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി നിൻ്റെ മക്കളുടെ പാവങ്ങൾക്ക് നിന്ന് മോചനം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ, MP-മാർ, MLA-മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലുമാർ, ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ, വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, ഓർഫനേജുകൾ, ജയിലുകളിൽ കഴിയുന്നവർ, ബെഡിനായിട്ടുള്ളവർ, വിശ്രമജീവിതം നയിക്കുന്നവർ, അധ്യാപകർ, അനധ്യാപകർ, പ്രഥമാധ്യാപകർ, എപ്പേർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ഏത് പാപത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് മോചനം പ്രാപിക്കുന്നവർക്ക് പുതിയ ജീവിതവും പുതിയ ശക്തിയും നൽകുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആത്യന്തിക ശക്തി എല്ലാവരുടെ മേലും ഒരുപോലെ വ്യാപരിക്കണം. മഹത്വമൊക്കെ തമ്പുരാന് മാത്രം, മഹത്വമൊക്കെ തമ്പുരാന് മാത്രം, മഹത്വമൊക്കെ തമ്പുരാന് മാത്രം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമീൻ. ഗോഡ് ബ്ലസ് യു.